ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ മൈക്രോബയോളജിക്കകത്ത് വരുന്നുള്ള കൾച്ചർ മീഡിയനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇതിനകത്ത് ഈ കൾച്ചർ എന്ന് പറയുന്ന ടേമിനെ കുറിച്ച് നോക്കുമ്പോൾ അതെന്താണ്? ഇറ്റ് ഈസ് ദ ടേം ഗിവൺ ടു മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് ആർ കൾട്ടിവേറ്റഡ് ഇൻ ദ ലാബ് ഫോർ ദ പർപ്പസ് ഓഫ് ഐഡൻറ്റിഫൈങ് ആൻഡ് സ്റ്റഡിങ് ദം. അതായത് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലാബിലൊക്കെ നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ കൾച്ചർ ചെയ്യുന്നുണ്ട്, അതായത് ഗ്രോ ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ കൾച്ചറിങ് ഓഫ് മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ പലതരം മീഡിയ യൂസ് ചെയ്യാറുണ്ട്. അതായത് മൈക്രോ ഓർഗാനിസത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മീഡിയ നമ്മൾ തയ്യാറാക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ കൾച്ചർ മീഡിയ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ബാക്ടീരിയ ആയാലും അതുപോലെ തന്നെ ഫംഗസ്, വൈറസ്, അങ്ങനെ ഡിഫറെൻറ്റ് ഓർഗാനിസംസ് ഉണ്ടല്ലോ. അപ്പോൾ അതിന് ഏതൊക്കെ ആയാലും നമ്മൾ അതിനെടുത്തിട്ട് കൾട്ടിവേറ്റ് ചെയ്യും. കൾട്ടിവേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അതിനെ ഗ്രോ ചെയ്യും. ആ ഗ്രോ ചെയ്യുന്നതിനാണ് നമ്മൾ കൾച്ചറിങ് എന്ന് പറയുക. അതിന് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ആ ഒരു ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു മീഡിയ, ആ മീഡിയക്കകത്താണ് നമ്മൾ മൈക്രോ ഓർഗാനിസത്തിന് ആഡ് ചെയ്തിട്ട് ഗ്രോ ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിനെയാണ് നമ്മൾ കൾച്ചർ മീഡിയ എന്ന് പറയുന്നത്. എന്താണ് കൾച്ചർ മീഡിയ? അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ആഡ് ചെയ്യും. അതായത് ഇപ്പോൾ അതിന് കാർബൺ സോഴ്സ് വേണം, അതുപോലെ തന്നെ പ്രോട്ടീൻ വേണം, അതുപോലെ തന്നെ മറ്റ് ചില മിനറൽസ് ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഓരോ മൈക്രോ ഓർഗാനിസത്തിനും എന്തൊക്കെ ന്യൂട്രിയൻസ് ആണ് ആവശ്യം, അപ്പോൾ അതിനൊക്കെ വേണ്ടി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീഡിയ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ചിലത് എയറോബിക് മൈക്രോ ഓർഗാനിസ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചിലത് അനഎറോബിക് ആണ്. അപ്പോൾ അവരുടെയൊക്കെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഓരോ ഓർഗാനിസത്തിനും പലതരം പലതരം ന്യൂട്രിയൻസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ കൾച്ചർ മീഡിയ എന്താണെന്നൊരു ഐഡിയ കിട്ടിയല്ലോ. ഇപ്പോൾ നമ്മുടെ കൾച്ചർ മീഡിയക്കകത്ത് ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ഒന്ന് ന്യൂട്രിയൻസ്, എന്തായാലും ന്യൂട്രിയൻസ് അടങ്ങിയിരിക്കണം. ന്യൂട്രിയൻസ് ഇപ്പോൾ നമുക്കായാലും അല്ലേ, നമുക്ക് ആഹാരം വേണം. അപ്പോൾ അതിനകത്ത് എന്താണുള്ള ന്യൂട്രിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിനും ന്യൂട്രിയൻസ് ആവശ്യമാണ്. ഈ ന്യൂട്രിയൻസ് അവരെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നുള്ളത്? എനർജി സോഴ്സ് ആയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നുള്ളത്. എനർജി സോഴ്സ്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഫോട്ടോട്രോപ്സും ഉണ്ട്, അതുപോലെ തന്നെ കീമോട്രോപ്സും ഉണ്ട്. എന്തൊക്കെയുണ്ട്? ഫോട്ടോട്രോപ്സും ഉണ്ട്, കീമോട്രോപ്സും ഉണ്ട്. ഇവിടെ ഫോട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് എനർജിയാണ് അവർ യൂസ് ചെയ്യുന്നുള്ളത്. കീമോട്രോപ്സ് ആണെങ്കിലോ കെമിക്കൽസ് ആണ് അവർ യൂസ് ചെയ്യുന്നുള്ളത്. പിന്നെ എനർജി സോഴ്സായി പിന്നെ വരുന്നതാണ് കാർബൺ സോഴ്സ്. മെയിനായിട്ട് ഇവർ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് കാർബൺ സോഴ്സായിട്ട് യൂസ് ചെയ്യുന്നുള്ളത്. പിന്നെ നൈട്രജൻ സോഴ്സ് വേണം. നൈട്രജൻ സോഴ്സ് എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജൻ അല്ലെങ്കിൽ നൈട്രൈറ്റ് ഇതൊക്കെയാണ് ഇവർ എന്തായിട്ട് യൂസ് ചെയ്യുന്നുള്ളത്? നൈട്രജൻ സോഴ്സായിട്ട് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ പറഞ്ഞാൽ ന്യൂട്രിയൻസ് എന്ന ഒരു ബേസിക് റിക്വയർമെൻ്റാണ് നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിന് വേണ്ടിയിട്ടുള്ളത്. അതിനകത്ത് എനർജി സോഴ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് ഫോട്ടോട്രോപ്സ്, ഒന്ന് കീമോട്രോപ്സ്. ഫോട്ടോട്രോപ്സ് എന്ന് പറയുമ്പോൾ അവർ ലൈറ്റ് എനർജിയാണ് എനർജി സോഴ്സായിട്ട് യൂസ് ചെയ്യുന്നുള്ളത്. കീമോട്രോപ്സ് എന്ന് പറയുമ്പോൾ കെമിക്കൽസിൽ നിന്നാണ് അവർ എനർജി ഡിറൈവ് ചെയ്യുന്നുള്ളത്. പിന്നെ കാർബൺ സോഴ്സ് വരും. കാർബൺ സോഴ്സിനകത്ത് എന്താ പറയുക? കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ തന്നെ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒക്കെയാണ് അവർ കാർബൺ സോഴ്സായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നൈട്രജൻ എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ വരും, നൈട്രേറ്റ് വരും, നൈട്രൈറ്റ് വരും. അപ്പോൾ നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ബേസിക് റിക്വയർമെൻറ്റ്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തെ ആളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ എനർജി അല്ലെങ്കിൽ ന്യൂട്രിയൻസ്. ന്യൂട്രിയൻസ് മെയിനായിട്ട് എനർജി സോഴ്സും കാർബൺ സോഴ്സും അതുപോലെ തന്നെ നൈട്രജൻ സോഴ്സും. രണ്ടാമത്തെയാണ് മിനറൽ സാൾട്ട്. എന്താണ് മിനറൽ സാൾട്ട്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സൾഫേറ്റ്സ് ആവശ്യമാണ്, ഫോസ്ഫേറ്റ്സ് ആവശ്യമാണ്, ക്ലോറൈഡ് ആവശ്യമാണ്, കാർബണേറ്റ്സ് ആവശ്യമാണ്, അതുപോലെ തന്നെ പൊട്ടാഷ്യം, മാഗ്നീഷ്യം, കാൽഷ്യം ഇതൊക്കെ അവർക്ക് ആവശ്യമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് pH. ഒരു മൈക്രോ ഓർഗാനിസത്തിന് മിക്കവാറും മൈക്രോ ഓർഗാനിസംസ് ന്യൂട്രൽ pHലാണ് ഗ്രോ ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ മീഡിയത്തിൻ്റെ pH ഒരു കോമൺ ആയിട്ട് 7.2 to 7.4 പറയാം. പിന്നെ ചില അസിഡോഫൈൽസ്, അതായത് അസിഡിക് കണ്ടീഷനിൽ ഗ്രോ ചെയ്യുന്നവരുടെ pH നമ്മൾ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യും. കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ 7.2ഉം 7.4 ആണ്. അപ്പോൾ എന്താ പറഞ്ഞിരുന്നത്? എന്താണ് കൾച്ചറിങ് എന്ന് പറഞ്ഞു. ആ കൾച്ചറിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ഇതൊക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ മിനറൽസും ന്യൂട്രിയൻസും അതുപോലെ തന്നെ എല്ലാ കണ്ടീഷൻസും സെറ്റാക്കി വെക്കുന്നുള്ള ആ ഒരു മീഡിയനെയാണ് നമ്മൾ കൾച്ചറിങ് മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ അത് ബാക്ടീരിയക്ക് സെപ്പറേറ്റ് ആണ്, ഫംഗൈക്ക് സെപ്പറേറ്റ് ആണ്, വൈറസിന് സെപ്പറേറ്റ് ആണ്. ഈ ബാക്ടീരിയക്കകത്ത് തന്നെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നിനും ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. അപ്പോൾ അത് ഓരോന്നായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ ബേസിക് റിക്വയർമെൻറ്റ്സിൽ നമ്മൾ ന്യൂട്രിയൻസും മിനറൽ സാൾട്ട്സും അതുപോലെ തന്നെ pHും പറഞ്ഞു. പിന്നെ ചിലത് എയറോബിക് ആയിരിക്കും. എയറോബിക് ആകുമ്പോൾ നമ്മൾ എയറോബിക് കണ്ടീഷൻ കൊടുക്കും. അനഎറോബിക് ആകുമ്പോൾ നമ്മൾ ഓക്സിജനെ അവിടുന്ന് റിമൂവ് ചെയ്തിട്ടാണ് ഇതിനെ ഗ്രോ ചെയ്യുക. ഇതിന് വേണ്ടിയിട്ടാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് കൂടി പറഞ്ഞു. നമ്മുടെ മൈക്രോബിയൽ നമ്മുടെ ലാബ്സിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഒന്ന് ഏതെങ്കിലും ഡിസീസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതിനെ ഗ്രോ ചെയ്തിട്ട് അതുപോലെ തന്നെ സ്റ്റഡി പർപ്പസിന്, റിസർച്ച് പർപ്പസിനൊക്കെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന
ഗ്രോ ചെയ്യാറുണ്ട്. ഇനി കോമൺ ഇൻഗ്രീഡിയൻസ് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ബേസിക് റിക്വയർമെൻറ്റ്സ് ആണ്. ഇനി കൾച്ചർ മീഡിയക്കകത്ത് കോമൺ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് മീറ്റ് എക്സ്ട്രാക്റ്റാണ്. എന്താണ്? മീറ്റ് എക്സ്ട്രാക്റ്റാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ മീറ്റ് അല്ലെങ്കിൽ ബീഫിന് നമ്മളെന്ത് ചെയ്യും? ബോയിൽ ചെയ്തിട്ട് അതിൽ നിന്ന് സൊല്യൂബിളായിട്ടുള്ള എക്സ്ട്രാക്റ്റ് നമ്മൾ എടുക്കും. അതിനെയാണ് നമ്മൾ മീറ്റ് എക്സ്ട്രാക്റ്റ് എന്ന് പറയാം. ഇത് നമ്മുടെ മീഡിയത്തിനകത്ത് പ്രസൻ്റ് ആയിട്ടുണ്ട്. പിന്നെ എന്താണ്? പെപ്റ്റോണ്, അമിനോ ആസിഡ്സ് പോലുള്ള പ്രോട്ടീൻ്റെ അംശങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അമിനോ ആസിഡ്സ്, പെപ്റ്റോണ്, അതുപോലെ തന്നെ ഇൻഓർഗാനിക് സാൾട്ട്, കാർബോഹൈഡ്രേറ്റ്സ്, ഗ്രോത്ത് ഫാക്ടേഴ്സ്, ഇതൊക്കെ എന്തായിട്ട് വരും? ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരും. പിന്നെ പെപ്റ്റോണിൻ്റെ കേസ് പറയുമ്പോൾ എന്താണ്? കോമൺ ആയിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ പെപ്റ്റോൺ ഉണ്ടല്ലോ, അതൊരു കോമൺ ഇൻഗ്രീഡിയൻ്റ് ആണ്. എല്ലാ കൾച്ചർ മീഡിയക്കകത്തും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പെപ്റ്റോൺ എന്ന് പറയുന്നത്. ഇവർ നൈട്രജൻ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പെപ്റ്റോൺ ഉണ്ടാവും, അമിനോ ആസിഡ് ഉണ്ടാവും, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാവും, ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ടാവും. പിന്നെ പെപ്റ്റോൺ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നൈട്രജൻ സോഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ശരിക്കും ഈ പെപ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർഷ്യലി ഡൈജസ്റ്റഡ് പ്രോട്ടീനാണ്. പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്തിട്ടുള്ള പ്രോട്ടീനെയാണ് നമ്മൾ എന്താ പറയുക? പെപ്റ്റോൺ എന്ന് പറയുന്നത്. ആരാണ് അത് ഡൈജസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ പ്രോട്ടിയോളിറ്റിക് എൻസൈംസ് ആയിട്ടുള്ള പെപ്സിനും ട്രിപ്സിനും ഒക്കെയാണ് ഇതിനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്ത പ്രോട്ടീനാണ് നമ്മുടെ പെപ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നുള്ളത്. പിന്നെ ഇത് കൂടാണ്ട് അഗർ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് കൂടി നമ്മൾ നമ്മുടെ മീഡിയക്കകത്ത് ആഡ് ചെയ്യാറുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീഡിയ ഒരു സോളിഡ് മീഡിയ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർഗാനിസത്തിന് അതിന് ഇപ്പോൾ നമ്മൾ കൾച്ചർ പ്ലേറ്റ്സിലൊക്കെയാണല്ലോ ഗ്രോ ചെയ്യുന്നത്, അതൊക്കെ അറിയാമല്ലോ. അപ്പോൾ ആ കൾച്ചർ പ്ലേറ്റ്സിനകത്ത് നമ്മുടെ മീഡിയ സെറ്റായി നിൽക്കണമെങ്കിൽ ഒരു സോളിഡായിട്ട് നിൽക്കണമെങ്കിൽ നമ്മളതിനകത്ത് അഗർ ആഡ് ചെയ്യണം. അപ്പോൾ അഗർ ശരിക്കും അതിന് ന്യൂട്രിറ്റീവ് വാല്യൂ ഒന്നും ഇല്ല. അത് സോളിഡ് കണ്ടീഷനിൽ വേണ്ടി നമ്മൾ മീഡിയനെ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ അഗർ ആഡ് ചെയ്യുന്നുള്ളത്. അതൊരു സോളിഡിഫൈങ് ഏജൻ്റ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന അഗാർ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 98 ഡിഗ്രി സെൽഷ്യസിൽ ഈ പറഞ്ഞിരിക്കുന്ന അഗാർ എന്ത് ചെയ്യും? മെൽറ്റ് ചെയ്യും. അതുപോലെ തന്നെ 45 ഡിഗ്രി സെൽഷ്യസ് നമ്മുടെ റൂം ടെമ്പറേച്ചറിലൊക്കെ വെച്ചാൽ അത് എന്ത് ചെയ്യും? സോളിഡിഫൈ ചെയ്യും. അത് ന്യൂട്രിയൻ്റ് ഒന്നും അല്ല, ഒരു ലോങ് ചെയിൻ പോളിസാക്കറൈഡ് ആണ്. നമ്മൾ റെഡ് ആൽഗെ, ജെലീഡിയം എന്ന് പറയുന്ന റെഡ് ആൽഗയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നുള്ള ഒരു കോമ്പോണൻ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സോളിഡിഫിക്കേഷന് വേണ്ടി മാത്രം. അപ്പോൾ എന്താ നമ്മളിപ്പോൾ പറഞ്ഞ നമ്മുടെ മീഡിയക്കകത്ത് അടങ്ങിയിട്ടിരിക്കുന്ന കോമൺ ഇൻഗ്രീഡിയൻസ്. ഒന്ന് മീറ്റ് എക്സ്ട്രാക്റ്റ്. മീറ്റ് എക്സ്ട്രാക്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈൻലി ഗ്രൗണ്ട് മീറ്റ് അല്ലെങ്കിൽ ബീഫ് എടുത്തിട്ട് അതിനെ ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ സൊല്യൂബിൾ എക്സ്ട്രാക്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നുള്ളത്. അതൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ നമ്മൾ പെപ്റ്റോൺ എടുക്കാറുണ്ട്, അമിനോ ആസിഡ്സ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, ഗ്രോത്ത് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. ഈ പെപ്റ്റോൺ എന്ന് വെച്ചാൽ എന്തായിരുന്നു? അത് കോമൺ ആയിട്ട് നൈട്രജൻ്റെ സോഴ്സായിട്ട് യൂസ് ചെയ്യുന്നുള്ളൊരു കോമ്പൗണ്ടാണ്. അത് പാർഷ്യലി ഡൈജസ്റ്റഡ് പ്രോട്ടീനാണ്. ആരാണ് അതിനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യുന്നുള്ളത്? പ്രോട്ടിയോളിറ്റിക് എൻസൈംസ് ആണ്. പ്രോട്ടിയോളിറ്റിക് എൻസൈംസ് എന്ന് പറയുമ്പോൾ പെപ്സിൻ ട്രിപ്സിനൊക്കെ വരും. പിന്നെ മെയിനായിട്ടുള്ള ഒരാളാണ് അഗർ. അതായത് സോളിഡ് മീഡിയ ഉണ്ട്. ചില മീഡിയാസ് ലിക്വിഡ് ആയിരിക്കും, ചില മീഡിയ സോളിഡ് ആയിരിക്കും. അങ്ങനെ സോളിഡ് ആയിട്ടുള്ള മീഡിയക്കകത്ത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അഗാർ ആഡ് ചെയ്യും. ഈ അഗാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂട്രിറ്റീവ് വാല്യൂ ഇല്ലാത്ത ഒരാളാണ്. അത് ഒരു റെഡ് ആൽഗയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ്. ജെലീഡിയം എന്നാണ് ആൽഗേൻ്റെ പേര്. ഇത് മെയിനായിട്ട് സോളിഡിഫിക്കേഷൻ, നമ്മുടെ മീഡിയ സോളിഡിഫൈ ചെയ്തിട്ട് നമ്മുടെ ബാക്ടീരിയക്ക് ഗ്രോ ചെയ്യാനുള്ള ഒരു സർഫസ് കൊടുക്കുകയാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അഗർ 98 ഡിഗ്രി സെൽഷ്യസിൽ കൊണ്ടുവരികയാണെങ്കിൽ അത് മെൽറ്റ് ചെയ്യും. ഇനി റൂം ടെമ്പറേച്ചറൊക്കെ ആണെങ്കിൽ അത് സോളിഡിഫൈ ചെയ്യും. അത്രയാണ് നമുക്ക് ഇൻഗ്രീഡിയൻസിൻ്റെ കേസിൽ നോക്കാനുള്ളത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് നമ്മുടെ മീഡിയൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാനുണ്ട്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പലതരത്തിലുണ്ട്. ബേസ്ഡ് ഓൺ ദെയർ കൺസിസ്റ്റൻസി ഉണ്ട്. പിന്നെ അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ട് നമുക്ക് നമ്മുടെ മീഡിയനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫങ്ഷണൽ റിക്വയർമെൻറ്റ് ബൈ ബാക്ടീരിയ, അങ്ങനെ പല തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മീഡിയനെ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നുള്ളത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ കൺസിസ്റ്റൻസിയാണ്. അതിനകത്ത് സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് സെമി സോളിഡ് ഉണ്ട്. സെമി സോളിഡ്, ലിക്വിഡ് അതുപോലെ തന്നെ സോളിഡ്, ഇങ്ങനെ 3 തരത്തിലാണ് ബേസ്ഡ് ഓൺ കൺസിസ്റ്റൻസിയിൽ വരുന്നുള്ളത്. അപ്പോൾ സോളിഡ് മീഡിയ എന്ന് പറയുമ്പോൾ എന്താണ്? സോളിഡ് മീഡിയക്ക് ബാക്ടീരിയ ഹാവ് ഡിസ്റ്റിങ്ക്റ്റ് കോളനി മോർഫോളജി ആൻഡ് എക്സിബിറ്റ് സെവറൽ ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് പിഗ്മെൻറ്റേഷൻ ഓർ ഹീമോളിസിസ് മേക്കിംഗ് ഐഡൻറ്റിഫിക്കേഷൻ ഈസി. ഈ സോളിഡ് മീഡിയക്കകത്ത് നമ്മൾ മെയിനായിട്ട്
എന്താണ് സോളിഡിഫൈഡ് ആയിട്ടുള്ള ഒരു മീഡിയയാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ പെട്രി പ്ലേറ്റ്സിൽ നമ്മുടെ മീഡിയനെ ആഡ് ചെയ്യും. അപ്പോൾ അതെന്ത് ചെയ്യും, സോളിഡിഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ കോളനീസ്, മൈക്രോബിയൽ കോളനീസ് ഇതിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പിഗ്മെൻറ്റേഷൻ, അതിൻ്റെ പിഗ്മെൻറ്റേഷൻ വെച്ച് നോക്കാം. ആ കോളനീൻ്റെ മോർഫോളജി വെച്ചിട്ട് നമുക്ക് മൈക്രോബ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനകത്ത് നമ്മൾ 2% അഗാറാണ് ആഡ് ചെയ്യുന്നുള്ളത്. സോളിഡ് മീഡിയക്കകത്ത് 2% അഗാറാണ് ആഡ് ചെയ്യുന്നുള്ളത്. ഈ അഗാറാണ് ഒരു ബേസായിട്ട് ഈ മീഡിയക്കകത്ത് ആക്ട് ചെയ്യുന്നുള്ളത്. പിന്നെ വരുന്നതാണ് ലിക്വിഡ് മീഡിയ. അപ്പോൾ സോളിഡ് മീഡിയ എന്ന് പറയുമ്പോൾ കൺസിസ്റ്റൻസിയിലേക്ക് സോളിഡ് ആയിരിക്കും. ലിക്വിഡ് മീഡിയ എന്ന് പറയുമ്പോൾ അത് ലിക്വിഡ് ആയിരിക്കും. ഈ ലിക്വിഡിന് നമ്മൾ എന്താണ്, ലിക്വിഡ് കണ്ടീഷനിലായിരിക്കും കേട്ടോ. ഇനി ലിക്വിഡിനെ നമ്മൾ ബ്രോത്ത് എന്നുകൂടി പറയാറുണ്ട്. ലിക്വിഡ് മീഡിയനെ നമ്മൾ ബ്രോത്ത് എന്നുകൂടി പറയാറുണ്ട്. ഇവിടെ അഗാർ ആബ്സെൻ്റ് ആണ്. സോളിഡ് മീഡിയക്കകത്ത് 2% ഉണ്ട്, ലിക്വിഡ് മീഡിയക്കകത്ത് 0% ആണ്. ഇവിടെ നമ്മുടെ ടെസ്റ്റ് ട്യൂബിനൊക്കെ അകത്ത് അല്ലെങ്കിൽ കോണിക്കൽ ഫ്ലാസ്കിലൊക്കെയാണ് നമ്മൾ ലിക്വിഡ് മീഡിയ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ മൈക്രോബ്സിനെ ആഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഇനോക്കുലേഷൻ എന്ന് പറയുക. അത് നമ്മൾ പഠിക്കും കേട്ടോ. അപ്പോൾ ഇനോക്കുലേഷൻ ചെയ്യും, ഇനോക്കുലേറ്റ് ചെയ്യും. അങ്ങനെ ഇനോക്കുലേറ്റ് ചെയ്യുമ്പോൾ മൈക്രോബ്സ് ഇവിടെ മൊത്തം ഈ ലിക്വിഡ് മീഡിയക്കകത്ത് മൊത്തം അതുവരെ ഒരു ടർബിഡ് കണ്ടീഷൻ വരുത്തിയിട്ട് അവരിവിടെ ഗ്രോ ചെയ്യും. എക്സാമ്പിളാണ് ന്യൂട്രിയൻ ബ്രോത്ത്, അതുപോലെ തന്നെ ഫ്ലൂയിഡ് തയോഗ്ലൈക്കോലൈറ്റ് ബ്രോത്ത്. അപ്പോൾ ബ്രോത്ത് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും, എപ്പോഴും ലിക്വിഡ് മീഡിയ ആയിരിക്കും. ഓക്കെ. പിന്നെ വരുന്നില്ലാണ് സെമി സോളിഡ് മീഡിയ. അപ്പോൾ സോളിഡും അല്ല ലിക്വിഡും അല്ല, ഒരു സെമി സോളിഡ് കൺസിസ്റ്റൻസിയിലുള്ള അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സെമി സോളിഡ് മീഡിയ എന്ന് പറയാം. അവരൊരു സോഫ്റ്റ് മീഡിയ ആണ്. ഇതിനകത്ത് അഗാറിൻ്റെ പെർസെൻറ്റേജ് വരിക 0.5% ആണ്. അപ്പോൾ 2% സോളിഡിൽ, ലിക്വിഡിനകത്ത് അഗാർ ആബ്സെൻ്റ് ആണ്. സെമി സോളിഡിനകത്ത് 0.5%ലാണ് നമ്മൾ അഗാർ ആഡ് ചെയ്യുന്നുള്ളത്. മെയിനായിട്ട് സെമി സോളിഡ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത് മൈക്രോബ്സിൻ്റെ മൊട്ടിലിറ്റി ടെസ്റ്റിന് വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ ഇതിനെ യൂസ് ചെയ്യുന്നുള്ളത്. ഓക്കെ. പിന്നെ അപ്പോൾ ഇത്രയും പറഞ്ഞത് എന്താണ്, കൺസിസ്റ്റൻസിൻ്റെ ബേസിൽ നമ്മൾ എങ്ങനെയാണ് മീഡിയ ക്ലാസിഫൈ ചെയ്തത്. ഒന്ന് സോളിഡ് എപ്പോഴും സോളിഡ് കണ്ടീഷനിലായിരിക്കും. അവിടെ നമുക്ക് കോളനിൻ്റെ മോർഫോളജിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ലിക്വിഡ് മീഡിയക്കകത്ത് നമുക്ക് മോർഫോളജി ഒന്നും കാണാൻ സാധിക്കില്ല. അവിടെ കോളനീസ് ഫോം ചെയ്യുന്നില്ല. പകരം എന്താണ്, ആ ലിക്വിഡിനകത്ത് ചെറിയൊരു ടർബിഡ് കണ്ടീഷൻ വരുത്തുന്നു മാത്രം. അല്ലാണ്ട് നമുക്ക് മോർഫോളജി വെച്ചിട്ടൊന്നും മൈക്രോ ഓർഗാനിസത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ അഗാറിൻ്റെ കോൺസെൻട്രേഷൻ എത്രയായിരുന്നു, 2%. പിന്നെ ബ്രോത്ത് എന്ന് വെച്ചാൽ എന്താണ്, ലിക്വിഡ് മീഡിയനാണ് നമ്മൾ ബ്രോത്ത് എന്ന് പറഞ്ഞത്. ഇവിടെ അഗാർ ആബ്സെൻ്റ് ആണ്. പിന്നെ ഇവിടെ ടർബിഡ് കണ്ടീഷനാണ് ഉണ്ടാവുക. യൂണിഫോംലി നമ്മുടെ മൈക്രോ ഓർഗാനിസം ഗ്രോ ചെയ്യും. പക്ഷേ സോളിഡ് മീഡിയനകത്ത് ഈ ഗ്രോത്ത് യൂണിഫോം ആയിരിക്കില്ല. ചില സ്ഥലത്ത് ഇങ്ങനെ കോളനീസ് അവർ ഫോം ചെയ്തിട്ടാണ് ഉണ്ടാവുക. പിന്നെ സെമി സോളിഡ് എന്ന് വെച്ചാൽ എന്താണ്, 0.5% ആണ് അവിടെ അഗാർ ആഡ് ചെയ്യുന്നുള്ളത്. ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മീഡിയ ആണ്. പ്രധാനമായിട്ട് നമ്മൾ മോട്ടിലിറ്റി ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നുള്ളത്, സെമി സോളിഡ് മീഡിയ യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ന്യൂട്രിയൻ്റ് ബ്രോത്ത്, അതുപോലെ തന്നെ തയോഗ്ലൈക്കോലൈറ്റ് ബ്രോത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, നമ്മുടെ ലിക്വിഡ് മീഡിയക്കകത്ത് വരുന്നുള്ളതാണ്. അത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ എന്താണ് നെക്സ്റ്റ്, ബേസ്ഡ് ഓൺ കോൺസ്റ്റിറ്റ്യുവൻസ്. അപ്പോൾ ബേസ്ഡ് ഓൺ കൺസിസ്റ്റൻസി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ബേസ്ഡ് ഓൺ കോൺസ്റ്റിറ്റ്യുവൻസ്, അതായത് നമ്മൾ പറഞ്ഞില്ലേ എല്ലാ മീഡിയക്കകത്തുള്ള കോമ്പോസിഷൻ സെയിം ആയിരിക്കണമെന്നില്ല. ഒന്നാമത്തെ ആളാണ് സിമ്പിൾ മീഡിയ. ഈ സിമ്പിൾ മീഡിയനെ നമ്മൾ ബേസൽ മീഡിയ എന്നുകൂടി അറിയപ്പെടും. എന്താണ്, ബേസൽ മീഡിയ എന്നുകൂടി നമ്മൾ അറിയപ്പെടും. ഇവിടെ ഉദാഹരണമാണ് ന്യൂട്രിയൻ്റ് ബ്രോത്ത്. അതെന്തിനാണ്, ഒരു സിമ്പിൾ മീഡിയക്ക് ഉദാഹരണമാണ്. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പെപ്റ്റോണ്, അതുപോലെ തന്നെ മീറ്റ് എക്സ്ട്രാക്റ്റ്, വാട്ടർ, ക്ലോറൈഡ്, അതുപോലെ തന്നെ സോഡിയം. ഇത്രയും ആൾക്കാരാണ് നമ്മുടെ ന്യൂട്രിയൻ്റ് ബ്രോത്തിനകത്ത് അടങ്ങിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഉദാഹരണമാണ് ന്യൂട്രിയൻ്റ് അഗാർ. ഈ ന്യൂട്രിയൻ്റ് ബ്രോത്തിലേക്ക് 2% അഗാർ കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായി, ന്യൂട്രിയൻ്റ് അഗാറായി. അല്ലാണ്ട് നമ്മളൊന്നും പുറത്തൊന്നും ആഡ് ചെയ്യുന്നില്ല. അതിനാണ് നമ്മൾ സിമ്പിൾ മീഡിയ എന്ന് പറയാം. ഈ സിമ്പിൾ മീഡിയയിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് ഓരോ മൈക്രോ ഓർഗാനിസത്തിനും സ്പെഷ്യലായിട്ട് ഓരോ സാധനങ്ങൾ വേണം. അപ്പോൾ അതിനൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ അതെന്തായിട്ട് മാറി, കോംപ്ലക്സ് മീഡിയ ആയിട്ട് മാറി. എന്തായിട്ട് മാറും, സിമ്പിൾ മീഡിയ കോംപ്ലക്സ് മീഡിയ ആവും. അതിന് ഉദാഹരണമാണ് ചോക്ലേറ്റ് അഗാർ, അതുപോലെ തന്നെ മക്കോങ്കി അഗാർ, EMB അഗാർ. ഇതൊക്കെ എന്താണ്, കോംപ്ലക്സ് മീഡിയക്ക് എക്സാമ്പിളാണ്. അതായത് ഒരു ബാക്ടീരിയൻ്റെ ഗ്രോത്തിന് വേണ്ടി നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യുകയാണെങ്കിൽ അത് കോംപ്ലക്സ് ആയിട്ട് മാറി. അല്ലാണ്ട് നമ്മൾ ബേസ് സിമ്പിളായിട്ട്, അതായത് എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യാണ്ട് നമ്മുടെ പെപ്റ്റോണും മീറ്റ് എക്സ്ട്രാക്റ്റും ക്ലോറൈഡും സോഡിയം വെച്ചിട്ട് ഒരു മീഡിയ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ സിമ്പിൾ മീഡിയ. ഈ സിമ്പിൾ മീഡിയയിലേക്കാണ് നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുക. അപ്പോൾ അത് കോംപ്ലക്സ് മീഡിയ ആയിട്ട് മാറും. പിന്നെയുള്ളതാണ് സിന്തറ്റിക് അല്ലെങ്കിൽ ഡിഫൈൻഡ് മീഡിയ എന്ന് പറയും. എന്താണ്, സിന്തറ്റിക് മീഡിയ അല്ലെങ്കിൽ ഡിഫൈൻഡ് മീഡിയ എന്ന് പറയും. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ എക്സാക്റ്റ് കോമ്പോസിഷൻ നമുക്കറിയാം. ദിസ് ഈസ് ദ മീഡിയ വേർ ദ എക്സാക്റ്റ് കോമ്പോസിഷൻ ഓഫ് മീഡിയ ഈസ് നോൺ.
അത്തരത്തിലുള്ള മീഡിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ നമ്മൾ പറഞ്ഞ സിന്തറ്റിക് അല്ലെങ്കിൽ ഡിഫൈൻഡ് മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും ഡിഫറെൻറ്റ് ടൈപ്സിൽ എന്താണ് വരുന്നുള്ളത്, കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ കേസിൽ വരുന്നുള്ളത് 3 എണ്ണമാണ്. ഏതൊക്കെയായിരുന്നു? സിമ്പിള്, അതുപോലെ തന്നെ കോംപ്ലക്സ്, പിന്നെ ഡിഫൈൻഡ് മീഡിയ അല്ലെങ്കിൽ സിന്തറ്റിക് മീഡിയ. ഇവിടെ സിമ്പിൾ മീഡിയ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞാൽ ന്യൂട്രിയൻ്റ് ബ്രോത്തും ന്യൂട്രിയൻ്റ് അകാരം എക്സാമ്പിളാണ്. ഈ ന്യൂട്രിയൻ്റ് ബ്രോത്തും അകാരം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂട്രിയൻ്റ് ബ്രോത്ത് ലിക്വിഡ് മീഡിയ ആണ്. ആ ന്യൂട്രിയൻ്റ് ബ്രോത്തിലേക്ക് 2% അകാരം ആഡ് ചെയ്യുമ്പോഴാണ് ന്യൂട്രിയൻ്റ് അകാരമായിട്ട് മാറുന്നുള്ളത്. ഇവരുടെ കോൺസ്റ്റിറ്റ്യൂവൻസ് എന്തൊക്കെയായിരുന്നു? പെപ്റ്റോണ്, മീറ്റ് എക്സ്ട്രാക്റ്റ്, വാട്ടർ, ക്ലോറൈഡ്, സോഡിയം. അപ്പോൾ ന്യൂട്രിയൻ്റ് ബ്രോത്തും ന്യൂട്രിയൻ്റ് അകാരം എന്തിന് എക്സാമ്പിളാണ്? സിമ്പിൾ മീഡിയ അല്ലെങ്കിൽ ബേസൽ മീഡിയ. ഇനി ഈ സിമ്പിൾ മീഡിയയിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഇൻഗ്രീഡിയൻറ്റ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മൈക്രോ ഓർഗാനിസത്തിന് ഗ്രോ ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അതെന്തായിട്ട് മാറുന്നു? കോംപ്ലക്സ് മീഡിയ ആയിട്ട് മാറുന്നു. ഇനി ഒരു മീഡിയൻ്റെ എക്സാക്റ്റ് കോമ്പോസിഷൻ നമുക്കറിയാമെങ്കിൽ, അതായത് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കോമ്പോസിഷൻ ആണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ഡിഫൈൻഡ് മീഡിയ അല്ലെങ്കിൽ സിന്തറ്റിക് മീഡിയ എന്ന് പറയും. അപ്പോൾ 2 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ബേസ്ഡ് ഓൺ കൺസിസ്റ്റൻസിയും അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ കോൺസ്റ്റിറ്റ്യുവൻസും. രണ്ടിനകത്തുള്ള എക്സാമ്പിൾസും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും പറഞ്ഞു. ഇനി ലാസ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് ഇവിടെ ബേസ്ഡ് ഓൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ്. എന്താണ് ബേസ്ഡ് ഓൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറയും കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. എൻറിച്ച്ഡ് മീഡിയ ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? നമ്മുടെ ഡിഫറൻഷ്യൽ അല്ല കോംപ്ലക്സ് മീഡിയക്ക് ഉദാഹരണമാണ് കേട്ടോ. അപ്പോൾ എൻറിച്ച്ഡ് മീഡിയ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ സിമ്പിൾ മീഡിയ അതിനകത്തേക്ക് നമ്മൾ ബ്ലഡ്, അതുപോലെ തന്നെ സെറം അല്ലെങ്കിൽ എഗ്ഗ് അതൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ അതെന്തായി? എൻറിച്ച്ഡ് ആയി. അതിനാണ് നമ്മൾ എന്താ പറയുക? എൻറിച്ച്ഡ് മീഡിയ. ഓക്കെ. എന്താണ്? സ്പെഷ്യൽ ടൈപ്പ് ഓഫ്, അതായത് ഫാസ്റ്റീഡിയസ് ഓർഗാനിസം എന്ന് പറയും. അതായത് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആവശ്യമായിട്ടുള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ ഫാസ്റ്റീഡിയസ് ഓർഗാനിസം എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ബ്ലഡ്, ഇതൊക്കെ എക്സാമ്പിളാണ് സെറം അല്ലെങ്കിൽ എഗ്ഗ്. ഇതുപോലുള്ള ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ സിമ്പിൾ മീഡിയയിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? എൻറിച്ച്ഡ് മീഡിയ എന്ന് പറയും. എക്സാമ്പിളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലഡ് അഗാർ, ചോക്ലേറ്റ് അഗാർ, അതുപോലെ തന്നെ ഇതൊന്ന് ഓർത്ത് വെച്ചോ, ബ്രെയിൻ ഹാർട്ട് ഇൻഫ്യൂഷൻ അഗാർ, ഇൻഫ്യൂഷൻ ബ്രോത്ത് കേട്ടോ, ബ്രെയിൻ ഹാർട്ട് ഇൻഫ്യൂഷൻ ബ്രോത്ത്. അപ്പോൾ ഇതൊക്കെ സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ബ്ലഡ് അഗാർ, ചോക്ലേറ്റ് അഗാർ, അതുപോലെ തന്നെ ബ്രെയിൻ ഹാർട്ട് ഇൻഫ്യൂഷൻ ബ്രോത്ത്, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? എൻറിച്ച്ഡ് മീഡിയക്ക് എക്സാമ്പിളാണ്. എൻറിച്ച്ഡ് എന്ന് വെച്ചാൽ എന്താണ്? ബ്ലഡ് അല്ലെങ്കിൽ സെറം അല്ലെങ്കിൽ എഗ്ഗ് അങ്ങനെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമ്മൾ സിമ്പിൾ മീഡിയയിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ അത് എൻറിച്ച്ഡ് മീഡിയ ആയിട്ട് മാറുന്നു. ഈ ബ്ലഡ് അഗാർ ഉണ്ടല്ലോ, ആ ബ്ലഡ് അഗാറിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ന്യൂട്രിയൻ്റ് അഗാറിലേക്ക് നമ്മൾ ബ്ലഡ് ആഡ് ചെയ്യാണ് ചെയ്യുന്നുള്ളത്. ഈ ബ്ലഡ് എന്ന് പറയുമ്പോൾ ഷീപ്പ് ബ്ലഡാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുക. ഷീപ്പിൻ്റെ ബ്ലഡ് അല്ലെങ്കിൽ ഹോഴ്സ് അല്ലെങ്കിൽ കൗവിൻ്റെ ഒക്കെ ബ്ലഡ് നമ്മൾ കോമൺ ആയിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ ഈ ബ്ലഡ് അഗാർ എന്ന് പറയുമ്പോൾ നമ്മുടെ എയറോബിക്കും അതുപോലെ തന്നെ അനേറോബിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ അതുപോലെ തന്നെ ബാക്ടീരിയൻ്റെ അതുപോലെ തന്നെ ഫംഗൈൻ്റെ ഒക്കെ ഗ്രോത്ത് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബ്ലഡിന് എന്താണ് ഹീമോലൈസ് ചെയ്യുക, അല്ലെ ബ്ലഡിനെ ലൈസ് ചെയ്യുക, ഹീമോലൈസിസ് എന്ന് പറയും. ഈ ബ്ലഡിനെ ലൈസിസ് ചെയ്യുന്നത് വെച്ചിട്ട് നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് ഈ മീഡിയക്കകത്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അതായത് എല്ലാ മൈക്രോ ഓർഗാനിസത്തിനും ഈ ബ്ലഡിനെ ലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ലൈസിസ് വെച്ചിട്ട് നമുക്ക് മൈക്രോ ഓർഗാനിസത്തിനെ ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനകത്തൊന്നാണ് ആൽഫ ഹീമോലൈസിസ് എന്ന് പറയുന്നത്. ആൽഫ ഹീമോലൈസിസ് എന്ന് പറയുമ്പോൾ പാർഷ്യൽ ലൈസിസ് ഓഫ് RBCs, നമ്മൾ ബ്ലഡിനകത്തുള്ള RBCസിൻ്റെ പാർഷ്യൽ ലൈസിസിനെയാണ് നമ്മൾ ആൽഫ ലൈസിസ് എന്ന് പറയാം. ഇനി ബീറ്റ ഹീമോലൈസിസ് ആണെങ്കിലോ കംപ്ലീറ്റ് RBCസിൻ്റെ കംപ്ലീറ്റ് ലൈസിസിനെ നമ്മൾ ബീറ്റ എന്ന് പറയും. ഇനി ഗാമ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഇത് നടക്കുന്നില്ല, RBCസിൻ്റെ ഒരു ലൈസിസും നടക്കുന്നില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് മൈക്രോ ഓർഗാനിസത്തിനെ പെട്ടെന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ. ആൽഫ ഹീമോലൈസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? പാർഷ്യൽ. ഈ പാർഷ്യലിന് എക്സാമ്പിളാണ് സ്ട്രെപ്റ്റോകോക്കൈ ഒക്കെ. സ്ട്രെപ്റ്റോകോക്കൈ ആൽഫയ്ക്ക് എക്സാമ്പിളാണ്. ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുള്ളി ലൈസ് ചെയ്യും. ഗാമ എന്ന് പറയുമ്പോൾ ലൈസിസേ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? എൻറിച്ച്ഡ് മീഡിയനെ കുറിച്ചാണ് പറഞ്ഞത്. എൻറിച്ച്ഡ് മീഡിയക്കകത്ത് നമ്മളെന്താ പറഞ്ഞത്? സിമ്പിൾ മീഡിയക്കകത്തേക്ക് നമ്മൾ ബ്ലഡോ സെറമോ എഗ്ഗോ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻറിച്ച്ഡ് മീഡിയ ആവും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫാസ്റ്റീഡിയസ് ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതിന് എക്സാമ്പിൾസ് ആയിരുന്നു ബ്ലഡ്, ചോക്ലേറ്റ് അഗാർ, ബ്രെയിൻ ഹാർട്ട് ഇൻഫ്യൂഷൻ ബ്രോത്ത് ഒക്കെ. അതിനകത്ത് നമ്മൾ ബ്ലഡ് അഗാറിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു.
എന്താ പറയുക, ന്യൂട്രിയൻ്റ് കാരണത്തേക്ക് നമ്മൾ ബ്ലഡ് ആഡ് ചെയ്യും. ആരുടെ ബ്ലഡ്? ഷീപ്പിൻ്റെയോ കവിൻ്റെയോ ഹോഴ്സിൻ്റെയോ അല്ലെങ്കിൽ പിഗിൻ്റെയോ ഒക്കെയാണ് ബ്ലഡ് ആഡ് ചെയ്യുക. ഈ ബ്ലഡ് കാർ വെച്ചിട്ട് നമുക്ക് ഹീമോലൈസിസ് എന്ന പ്രോപ്പർട്ടി വെച്ച് നമുക്ക് മൈക്രോ ഓർഗാനിസത്തിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ഹീമോലൈസിസ് എന്ന് പറയുമ്പോൾ ആൽഫയുണ്ട്, ബീറ്റയുണ്ട്, ഗാമയുണ്ട്. ഗാമക്കകത്ത് RBCസിൻ്റെ ലൈസിസ് നടക്കുന്നേ ഇല്ല. ബീറ്റയ്ക്കകത്ത് കംപ്ലീറ്റ് ലൈസിസ് ആണ്, ആൽഫയ്ക്കകത്ത് പാർഷ്യൽ ലൈസിസ് ആണ്. അതിനകത്ത് നമ്മൾ ആൽഫേൻ്റെ എക്സാമ്പിളാണ് സ്ട്രെപ്റ്റോകോക്കസ് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഈ ബ്ലഡ് കാരണം നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് ആ ബ്ലഡ് ഒരു ചോക്ലേറ്റ് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമ്മളത് ചോക്ലേറ്റ് അഗാർ എന്ന് പറയും. അപ്പോൾ ബ്ലഡ് അഗാർ, ബ്ലഡ് ആഡ് ചെയ്താൽ നമ്മൾ ബ്ലഡ് അഗാർ എന്ന് പറയുന്നു. ആ ബ്ലഡ് അഗാറിനെ തന്നെ നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ വെച്ച് ഹീറ്റ് ചെയ്യും. അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറുന്നു? ചോക്ലേറ്റ് അഗാറായിട്ട് മാറുന്നു. ഓക്കെ, ഈ ചോക്ലേറ്റ് അഗാർ ഏത് ഓർഗാനിസത്തിന് വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ, അതുപോലെ തന്നെ നെയ്സീരിയ മെനിഞ്ചൈറ്റിസ്, അതുപോലെ തന്നെ ന്യൂമോകോക്കസ്, അതുപോലെ തന്നെ നെയ്സീരിയ ഗൊണോറിയ. ഇതിൻ്റെയൊക്കെ കൾച്ചറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നുള്ളത്? ഈ ചോക്ലേറ്റ് അഗാർ യൂസ് ചെയ്യുന്നുള്ളത്. ഏതൊക്കെയാണ്? ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ, നെയ്സീരിയ മെനിഞ്ചൈറ്റിസ്, ന്യൂമോകോക്കസ് ആൻഡ് ഗൊണോറിയ. ഓക്കെ ആണല്ലോ. അപ്പോൾ അത്രയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത് ചോക്ലേറ്റ് അഗാറിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിനകത്ത് ഞാൻ പറഞ്ഞു ബ്ലഡ് കാരണം നമ്മൾ ഹീറ്റ് ചെയ്യും. ഏത് ടെമ്പറേച്ചറിലാണ് ഹീറ്റ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. 75 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ അഗാറിനെ ബ്ലഡ് അഗാറിനെ ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തായിട്ട് മാറും? ഒരു ചോക്ലേറ്റ് കളറിലോട്ട് വരും. അതിനാണ് നമ്മൾ ചോക്ലേറ്റ് അഗാർ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് അതിനകത്ത് ഗ്രോ ചെയ്യുന്നുള്ള ഫാസ്റ്റിഡിയസ് ഓർഗാനിസംസ് ആണ്? ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ, നെയ്സീരിയ മെനിഞ്ചൈറ്റിസ്, നെയ്സീരിയ ഗൊണോറിയ, ന്യൂമോകോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻറിച്ച്ഡ് മീഡിയ കഴിഞ്ഞു, അതൊരു ടൈപ്പായിരുന്നു. നെക്സ്റ്റ് എൻറിച്ച്മെൻറ്റ് മീഡിയ ആണ്. എൻറിച്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ചില മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഹാസ് എ സ്റ്റിമുലേറ്റിംഗ് എഫക്റ്റ് ഓൺ ദ ബാക്ടീരിയ ടു ബി ഗ്രോൺ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ചോക്ലേറ്റ് അഗാറിൻ്റെ കേസിൽ നമ്മൾ നെയ്സീരിയ മെനിഞ്ചൈറ്റിസ് എന്നൊക്കെ പറഞ്ഞില്ലേ, സ്റ്റിമുലേറ്റിംഗ് എഫക്റ്റ് ഓൺ ദ ബാക്ടീരിയ. അങ്ങനെ ചില ഫാസ്റ്റിഡിയസ് മൈക്രോ ഓർഗാനിസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ അഗാർ ഉണ്ടാക്കുക, ഓരോ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എൻറിച്ച്ഡ് മീഡിയ ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ എൻറിച്ച്മെൻറ്റിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എൻറിച്ച്ഡ് മീഡിയ തന്നെയാണ് അവരെന്ത് ചെയ്യും? ഏത് ടൈപ്പാണ്? ഇപ്പോൾ നമ്മൾ നെയ്സീരിയ മെനിഞ്ചൈറ്റിസ്, അവരുടെ ഗ്രോത്തിനെ ഇവർ പോയി സ്റ്റിമുലേറ്റ് ചെയ്യും. ബാക്കിയുള്ള ഇപ്പോൾ ഇതിനകത്ത് സ്യൂഡോമോണാസോ അതുപോലെയുള്ള വേറെ ഏതെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഈക്കോളയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇൻഹിബിറ്റ് ചെയ്യും. മനസ്സിലായോ? എൻറിച്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ എൻറിച്ച്ഡ് പോലെ തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ നെയ്സീരിയ മെനിഞ്ചൈറ്റിസിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഇവരുടെ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യും, പക്ഷേ ഇവരെ എന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഒരു സാമ്പിൾ എടുത്തു, അതിനകത്ത് ഒരുപാട് മൈക്രോബ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലോഡ് നമുക്ക് കുറക്കണം. നമുക്ക് സ്പെഷ്യലായിട്ട് ഒരു ഓർഗാനിസത്തിന് വേണം, ഏതെങ്കിലും ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് മാത്രം നമുക്ക് വേണം. ആ സമയത്താണ് നമ്മൾ ഈ എൻറിച്ച്മെൻറ്റ് മീഡിയ യൂസ് ചെയ്യുന്നത്. ഇതിനൊരു എക്സാമ്പിളാണ് സെലിനൈറ്റ് എഫ് ബ്രൂത്ത് എന്ന് പറയും. ഇവർ എന്താണ് നമ്മൾ ഡിസെൻട്രി എന്ന് പറയുന്ന ഡിസീസിൻ്റെ കേസിൽ യൂസ് ചെയ്യുന്നതാണ് ഈ സെലിനൈറ്റ് എഫ് ബ്രൂത്ത് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, സെലിനൈറ്റ് എഫ് ബ്രൂത്ത് എന്ന് പറയുന്നത്. പിന്നെ ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ ഉണ്ട്. ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ എന്ന് പറയും. ഈ ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ നമ്മൾ വിബ്രിയോ സ്പീഷീസിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. വിബ്രിയോ സ്പീഷീസിൻ്റെ. പിന്നെ യൂറിയ ബ്രോത്ത് ഉണ്ട്, അത് യൂറിയ ഹൈഡ്രോലൈസിങ് ബാക്ടീരിയൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെയുള്ളത് തയോഗ്ലൈക്കോലൈറ്റ് ബ്രോത്ത്. എവിടെ എഴുതണ്ടേ? തയോഗ്ലൈക്കോലൈറ്റ് ബ്രോത്ത് ഉണ്ട് കേട്ടോ. തയോഗ്ലൈക്കോലൈറ്റ് ബ്രോത്ത് ഇവർ അനേറോബ്സിൻ്റെ ആണ് കേട്ടോ. തയോഗ്ലൈക്കോലൈറ്റ് ബ്രോത്ത് ഇവർ അനേറോബ്സിൻ്റെ ഗ്രോത്തിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുക. അപ്പോൾ എൻറിച്ച്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? എൻറിച്ച്ഡ് മീഡിയ പോലെ തന്നെയാണ് നമ്മൾ സ്പെഷ്യലായിട്ടൊരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ആ ഇൻഗ്രീഡിയൻറ്റ് എന്ത് ചെയ്യും? ബാക്കിയുള്ള അതിനാവശ്യമായിട്ടുള്ള മൈക്രോബിൻ്റെ മാത്രം സ്റ്റിമുലേറ്റ് ചെയ്യും, ബാക്കിയുള്ളവരെ എന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ സ്യൂഡോമോണാസ് പോലെയുള്ള, അതായത് ആ പർട്ടിക്കുലർ അത് ഏത് മൈക്രോ ഓർഗാനിസത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന് നമ്മൾ അവർ ഇൻക്രീസ് ചെയ്യും, അതിൻ്റെ ഗ്രോത്ത് മറ്റതിനെ തളർത്തും. ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓർഗാനിസത്തിനെ മാത്രം നമുക്കൊരു സാമ്പിളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു സാമ്പിളിൽ ഒരുപാട് നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസം ഉണ്ട്, നമുക്ക് പർട്ടിക്കുലർലി ഒന്നിനെയാണ് വേണ്ടതെങ്കിലാണ് നമ്മളിത് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മൾ ഡിസെൻട്രീൻ്റെ കേസിൽ സെലിനൈറ്റ് എഫ് ബ്രോത്ത് യൂസ് ചെയ്യും. അതുപോലെ തന്നെ വിബ്രിയോ സ്പീഷീസ് ഉണ്ടല്ലോ, വിബ്രിയോ കൊളറ പോലുള്ള ബാക്ടീരിയ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ യൂസ് ചെയ്യും. പിന്നെ ഞാൻ എന്താ പറഞ്ഞാൽ അനേറോബ്സിൻ്റെ കേസിൽ നമ്മൾ തയോഗ്ലൈക്കോലൈറ്റ് ബ്രോത്താണ് യൂസ് ചെയ്യുക. പിന്നെ ഒന്ന് പറഞ്ഞു യൂറിയ ബ്രോത്ത് ഉണ്ട്. യൂറിയ ബ്രോത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂറിയ ഹൈഡ്രോലൈസിങ് ബാക്ടീരിയനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്
യൂറിയ ബ്രോത്ത് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് പ്രോട്ടിയസ്. പ്രോട്ടിയസ് സ്പീഷീസ് എന്താണ്? യൂറിയ ഹൈഡ്രോലൈസിങ് ആണ്. അപ്പോൾ എൻറിച്ച്ഡ് മീഡിയം, എൻറിച്ച്മെൻറ്റ് മീഡിയം മനസ്സിലായി. ഇനിയുള്ളത് സെലക്റ്റീവ് മീഡിയ ആണ്. എന്താണ് സെലക്റ്റീവ് മീഡിയ? സെലക്റ്റീവ് മീഡിയ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ് ഇതിനകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലക്റ്റീവ് മീഡിയൻ്റെ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ എൻറിച്ച്മെൻറ്റ് മീഡിയ പോലെ തന്നെയാണ് സെലക്റ്റീവ് വരിക. ഇവിടെ അതായത് ഇപ്പോൾ എക്സ്, വൈ, സെഡ്, അങ്ങനെ ഡബ്ല്യു, നമുക്ക് യു, അങ്ങനെ വി, അങ്ങനെ ഒരുപാട്, ഇതൊക്കെ ഓരോ മൈക്രോ ഓർഗാനിസം ആണെന്ന് വിചാരിക്കുക. ഇതിനകത്ത് സെലക്റ്റീവ് മീഡിയ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളതിനെ മാത്രം ഗ്രോ ചെയ്യാൻ വിടും, ബാക്കിയുള്ളതിനൊക്കെ എന്താണ് ഇൻഹിബിറ്റ് ചെയ്യും. അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നില്ല, ഈ വീനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നില്ല, പക്ഷെ ബാക്കിയുള്ളതിനൊക്കെ ഇൻഹിബിറ്റ് ചെയ്യും. പക്ഷേ എൻറിച്ച്മെൻറ്റിൽ എന്തായിരുന്നു? നമ്മൾ എക്സ്, വൈ, സെഡ്, ഡബ്ല്യു, യുവിനൊക്കെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്, വീനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താ ചെയ്യുന്നത്? മറ്റുള്ളതിനൊക്കെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതാണ് സെലക്റ്റീവ് മീഡിയൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്താണ് TCBS ഒരു എക്സാമ്പിളാണ്. TCBS എന്ന് പറയുമ്പോൾ തയോസൾഫേറ്റ് സിട്രേറ്റ് ബൈൽ സുക്രോസ് അഗാർ. എന്താണ് തയോസൾഫേറ്റ് സിട്രേറ്റ് ബൈൽ സുക്രോസ് അഗാർ? അതാണ് TCBS എന്ന് പറയുന്നത്. ഇവർ വിബ്രിയോ സ്പീഷീസിന് വേണ്ടിയിട്ടാണ്. വിബ്രിയോ സ്പീഷീസിൻ്റെ ഒരു സെലക്റ്റീവ് മീഡിയ ആണ്. അതുപോലെ തന്നെ ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ നമ്മൾ എൻറിച്ച്മെൻറ്റ് മീഡിയയിൽ പഠിച്ചു, അത് വിബ്രിയോ സ്പീഷീസിൻ്റെ ആയിരുന്നു. ഓക്കെ. പിന്നെ തേയർ മാർട്ടിൻ മീഡിയം ഉണ്ട്. എന്തുണ്ട്? തേയർ മാർട്ടിൻ മീഡിയം ഉണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ആൻറ്റിബയോട്ടിക്സ് അടങ്ങിയിട്ടുണ്ട്. എന്താണ്? ആൻറ്റിബയോട്ടിക്സ് അടങ്ങിയിട്ടുണ്ട്. ഇവർ എൻ ഗൊണോറിയനെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. എൻ ഗൊണോറിയ, തേയർ മാർട്ടിൻ എൻ ഗൊണോറിയയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ലോവൻസ്റ്റൈൻ ജെൻസൺ മീഡിയം എന്ന് പറയും. എന്താണ് ലോവൻസ്റ്റൈൻ ജെൻസൺ മീഡിയം എന്ന് പറയും? ഇവർ നമ്മുടെ മൈക്കോബാക്ടീരിയൻ ട്യൂബർക്ലോസിന് വേണ്ടി എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ സെലക്റ്റീവ് മീഡിയൻ്റെ ഡിഫറൻസ് മനസ്സിലായല്ലോ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് എക്സാമ്പിളാണ് TCBS. അത് വിബ്രിയോ സ്പീഷീസിൻ്റെയാണ്. TCBSൻ്റെ ഫുൾ ഫോം നോക്കി വെച്ചോ, തയോസൾഫേറ്റ് സിട്രേറ്റ് ബൈൽ സുക്രോസ് അഗാർ. പിന്നെ തേയർ മാർട്ടിൻ, അത് എൻ ഗൊണോറിയാണ്. പിന്നെ ലോവൻസ്റ്റൈൻ ജെൻസൺ മീഡിയം, അത് മൈക്കോബാക്ടീരിയൻ ട്യൂബർക്ലോസിസ് ആണ്. പിന്നെ ഒന്നും കൂടിയുണ്ട്, വിൽസൺ ആൻഡ് ബ്ലെയർ മീഡിയം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരാടൈഫോയിഡ് ബാസിലൈന് വേണ്ടിയിട്ടാണ്, ഐസൊലേഷന് വേണ്ടിയിട്ടാണ്. പാരാടൈഫോയിഡ് ബാസിലൈൻ്റെ ഐസൊലേഷന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ 3 ടൈപ്പ് പഠിച്ചു: സെലക്റ്റീവ്, എൻറിച്ച്മെൻറ്റ്, എൻറിച്ച്ഡ്. അതിൻ്റെ 3ൻ്റെ ഡിഫറൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തെയാണ് ഇൻഡിക്കേറ്റർ മീഡിയ. എന്താണ് ഇൻഡിക്കേറ്റർ മീഡിയ? ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ മീഡിയ കണ്ടെയ്ൻ ആ ഇൻഡിക്കേറ്റർ, ഒരു ഇൻഡിക്കേറ്റർ നമ്മളെ ഈ മീഡിയക്കകത്ത് ഉണ്ടായിരിക്കും. അതെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബാക്ടീരിയ അതിനകത്ത് ഗ്രോ ചെയ്യുമ്പോൾ, ഇതിപ്പോൾ ഒരു ഇൻഡിക്കേറ്റർ മീഡിയ ആണെങ്കിൽ ഈ ഇൻഡിക്കേറ്റർ മീഡിയക്കകത്ത് നമ്മുടെ ഒരു മൈക്രോ ഓർഗാനിസം ഗ്രോ ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ കളർ അവിടെ ഡെവലപ്പ് ചെയ്യും. അങ്ങനെ കളർ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതെന്തായി? ഒരു ഇൻഡിക്കേറ്റർ മീഡിയ ആയിട്ട് മാറി. അതായത് നമ്മുടെ വിൽസൺ ബ്ലെയർ, നമ്മളിപ്പോൾ പറഞ്ഞില്ലേ പാരാടൈഫോയിഡ്, ആ വിൽസൺ ബ്ലെയർ തന്നെ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എന്തുണ്ട്? ഇവർ എന്താണ് വിൽസൺ ബ്ലെയർ നമ്മളെന്താ പറഞ്ഞാൽ പാരാടൈഫോയിഡ് എന്ന് പറഞ്ഞു. അവരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൾഫൈഡാക്കി മാറ്റും. എന്താക്കി മാറ്റും? സൾഫൈഡാക്കി മാറ്റും. അപ്പോൾ ഒരു ബ്ലാക്ക് മെറ്റാലിക് ഷീൻ കളർ ഡെവലപ്പ് ചെയ്യും. ഇപ്പോൾ പാരാടൈഫോയിഡ് ഇവിടെ പ്രസൻ്റ് ആണെങ്കിൽ അവർ സൾഫൈഡാക്കി മാറ്റും. അപ്പോൾ ഒരു ബ്ലാക്ക് മെറ്റാലിക് ഷീൻ അവിടെ ഡെവലപ്പ് ചെയ്യും. ഇനി കോളിഫോംസ് ആർ ഇൻഹിബിറ്റഡ് ബൈ ബ്രില്യൻറ്റ് ഗ്രീൻ ആൻഡ് ബിസ്മുത്ത് സൾഫേറ്റ്. അപ്പോൾ ഇൻഡിക്കേറ്റർ മീഡിയം എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? ഒരു പർട്ടിക്കുലർ കളർ അവിടെ ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഡിഫറൻഷ്യൽ മീഡിയ ഉണ്ട്. ഡിഫറൻഷ്യൽ മീഡിയ അതായത് നമ്മളിപ്പോൾ സ്റ്റെയിനിങ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ ചെയ്യാം കേട്ടോ, അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റെയിനിങ്ങിൻ്റെ കേസിൽ ഗ്രാം പോസിറ്റീവ്, ഗ്രാം നെഗറ്റീവ്, അങ്ങനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യില്ലേ. അതുപോലെ തന്നെ ലാക്ടോസ് ഫെർമെൻറ്റേഴ്സ്, നോൺ ലാക്ടോസ് ഫെർമെൻറ്റേഴ്സ്, ഇങ്ങനെ 2 കാറ്റഗറി ഉണ്ട്. ലാക്ടോസ് ഫെർമെൻറ്റ് ചെയ്യുന്നവരും ലാക്ടോസ് ഫെർമെൻറ്റ് ചെയ്യാത്തവരും. ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മെക്കോങ്കി അഗാർ. എന്താണ് മെക്കോങ്കി അഗാർ എന്ന് പറയുന്നത്? ഈ മെക്കോങ്കി അഗാറിനകത്ത് ലാക്ടോസ് ഫെർമെൻറ്റേഴ്സ് പിങ്ക് കളറായിട്ടും നോൺ ലാക്ടോസ് ഫെർമെൻറ്റേഴ്സ് കളർലെസ് ആയിട്ടുള്ള കോളനീസാണ് ഡെവലപ്പ് ചെയ്യുക. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. പിന്നെയുള്ളതാണ് അപ്പോൾ ഡിഫറൻഷ്യൽ മീഡിയ, ഇൻഡിക്കേറ്റർ മീഡിയ, 2 ടൈപ്പ് മനസ്സിലായല്ലോ. അതിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് നോക്കി വെക്കണേ. പിന്നെയുള്ളതാണ് ട്രാൻസ്പോർട്ട് മീഡിയ. അതായത് നമുക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് മൈക്രോ ഓർഗാനിസത്തിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക്, മറ്റൊരു ലാബിലൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വരാറുണ്ട്.
ആ സമയത്ത് അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ട്രാൻസ്പോർട്ട് മീഡിയ എന്ന് പറയുന്നത്. എന്താണ് ട്രാൻസ്പോർട്ട് മീഡിയ? അതായത് മൈക്രോ ഓർഗാനിസംസിന് ഡാമേജ് ഒന്നും വരുത്താണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു സാമ്പിളൊക്കെ നമുക്ക് അതിനകത്തുള്ള പർട്ടിക്കുലർ മൈക്രോ ഓർഗാനിസത്തിന് മറ്റൊരു ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യണം. ആ സമയത്ത് അതായത് ഇപ്പോൾ ഒരുപാട് ടൈം എടുക്കും ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ മൈക്രോ ഓർഗാനിസത്തിന് അവിടെ ചേഞ്ച് ഒക്കെ വരാം. അപ്പോൾ അതിന് ഒരു ചേഞ്ചും വരാണ്ട് നമ്മൾ എത്തിക്കുന്നതാണ് ഈ ട്രാൻസ്പോർട്ട് മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് സ്റ്റുവാർട്ട്സ് മീഡിയം. എന്താണ് സ്റ്റുവാർട്ട്സ് മീഡിയം? അതൊരു ട്രാൻസ്പോർട്ട് മീഡിയ ആണ്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുണോകൊക്കൈ സ്പീഷീസിനൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്റ്റുവാർട്ട്സ് മീഡിയം എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ വെങ്കട്ടരാമൻ കൃഷ്ണ മീഡിയം ഉണ്ട്. വെങ്കട്ടരാമൻ കൃഷ്ണ മീഡിയം അതും ഒരു ട്രാൻസ്പോർട്ട് മീഡിയ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഏത് ട്രാൻസ്പോർട്ട് മീഡിയക്ക് എക്സാമ്പിളായിട്ട് വരുന്നുള്ളത്. പിന്നെ വരുന്നയാൾ ലാസ്റ്റാന്ന് തോന്നുന്നു, അനൈറോബിക് മീഡിയ കൂടി നമുക്കിനി നോക്കാനുണ്ട്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനൈറോബിക് ഓർഗാനിസംസിന് ഗ്രോ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അനൈറോബിക് മീഡിയം. ഇപ്പോൾ നമ്മുടെ ക്ലോസ്ട്രീഡിയ സ്പീഷീസൊക്കെ എന്താണ്? ക്ലോസ്ട്രീഡിയ ബോട്ടിലിനൊക്കെ നമ്മൾ പഠിച്ചില്ല. അപ്പോൾ ഈ ക്ലോസ്ട്രീഡിയ സ്പീഷീസ് അനൈറോബിക് ആണ് മെയിനായിട്ട് വരിക. അപ്പോൾ അവർക്ക് എന്ത് വേണം? അനൈറോബിക് കണ്ടീഷൻസ് വേണം. അവിടെയാണ് അവരെ കൾട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുക. അതിന് എക്സാമ്പിളാണ് റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് മീഡിയം. ഇതെന്തിന് എക്സാമ്പിളാണ്? നമ്മുടെ അനൈറോബിക് കണ്ടീഷനിലുള്ള ഒരു മീഡിയക്ക് എക്സാമ്പിളാണ്. ഏതാണ്? റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് മീഡിയം എന്ന് പറയുന്നത്. പിന്നെ തയോഗ്ലൈക്കോലേറ്റ് മീഡിയം എന്തിന് എക്സാമ്പിളാണ്? നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അനൈറോബിക് കണ്ടീഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ഒരു മീഡിയം തന്നെയാണ് തയോഗ്ലൈക്കോലേറ്റ് മീഡിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മീഡിയം എന്ന് പറയുന്നത് നമ്മൾ ബോയിൽ ചെയ്യും. അങ്ങനെ ബോയിൽ ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഓക്സിജനൊക്കെ എന്താവും? ആ ഹൈ ടെമ്പറേച്ചറിൽ ഡിസോൾവ് ആയിട്ട് അവിടുന്ന് പോവും. ഓക്സിജൻ അവിടുന്ന് എസ്കേപ്പ് ചെയ്ത് പോവും. അങ്ങനെയാണ് നമ്മളിതിനെ അനൈറോബിക് കണ്ടീഷനായിട്ട് കൊണ്ടുവരുന്നുള്ളത്. അപ്പോൾ പലതരം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീഡിയാസ് ആണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക എന്താണ് മീഡിയാസ് എന്നൊക്കെ. നമ്മളിനി കൾച്ചറിങ് മീഡിയ കഴിഞ്ഞു, ഇനി കൾച്ചറിങ് ടെക്നിക്സ് നോക്കും. ആ സമയത്ത് നിങ്ങൾക്കൊരു കറക്റ്റ് ഐഡിയ വരും. പിന്നെ അതുപോലെ തന്നെ സ്റ്റെയിനിങ്, അതുപോലെ ഒരുപാട് ടെക്നിക്സ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്, നമ്മുടെ മൈക്രോബയോളജിക്കകത്ത് പഠിക്കാനുണ്ട്. അപ്പോൾ ഇനിയും വരുന്ന വീഡിയോസൊക്കെ കാണാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യാം. സോ താങ്ക് യു.